Hi everyone, welcome to Ruji. We are going to do a beef olathiyadu, a typical Kerala style beef olathiyadana നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇന്ന് നമുക്ക് ബീഫ് ഒലത്താൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞത്, ഇതിന് പകരം ചെറിയ ഉള്ളി ഇടേണ്ടവർക്ക് ചെറിയ ഉള്ളി ഇടാം. പക്ഷേ സവാള ആകുമ്പം കുറച്ചുകൂടെ എളുപ്പം നമുക്ക് കാര്യങ്ങൾ നീങ്ങും. സ്പെഷ്യലി ഒരു ജോലിയും കഴിഞ്ഞ് വരുമ്പം I suggest you go for this, but if you're particular about the shallots, please go for that. പിന്നെ തേങ്ങാക്കൊത്ത്, ഉപ്പ്, പെരുംജീരകം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കശ്മീരി മിർച്ച്, മുളക് പൊടി, കുരുമുളക്, കടുക്, കരിയാപ്പില, പട്ട, ഗ്രാമ്പു, ഏലക്ക. സാധാരണ ബീഫ് ഒലത്താൻ എല്ലാവരും ബീഫ് കഴുകിയെടുത്തു, അതിനെ മസാല ഇട്ട് വേവിച്ചിട്ട് പിന്നാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനത് ബീഫിൻ്റെ മസാല ആദ്യമേ ഇട്ട് അതിനെ കംപ്ലീറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഞാൻ ഇന്നലെ രാത്രിയിലേ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. സോ ദ അഡ്വാൻറ്റേജസ് ദ ബീഫ് ടേക്സ് ഓൺ ഓൾ ദ ഫ്ലേവേഴ്സ് വെൽ ഇൻ അഡ്വാൻസ്. പിന്നെ നമ്മളിതിനെ കുക്കറിലോട്ടിട്ട് വേവിക്കുന്ന ഒരു താമസമേ ഉള്ളൂ. വേവിച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഒലത്തി എടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ നാടൻ രീതിയിൽ ഇപ്പം ബീഫ് ഒലത്തിയത് ഉണ്ടാക്കുന്നെങ്കിൽ പഴയ അമ്മച്ചിമാരൊക്കെ, ഇപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ ഗ്രാൻഡ് മദറും ഒക്കെ ആണെങ്കിൽ മൺചട്ടിയിൽ ആദ്യമേ വേവിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഇരുമ്പ് ചട്ടിയിൽ, അതിലാണ് അവരെല്ലാം ഒലത്തി ബീഫ് അതിലിട്ട് ചെറിയ തീയിലിട്ട് വിറകടുപ്പേ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ദ റീസൺ ഫോർ ഡൂയിങ് ഓൺ ദ വിറകടുപ്പ് ഓർ ദി അഡ്വാൻറ്റേജസ്, ആ ഒരു പുകയുടെ മണവും ആ മൺചട്ടിയുടെ രുചിയും എല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്താണ് ബീഫ് ഒലത്തിയ വരുന്നത്. ആ രുചി ഇന്നത്തെ കാലത്ത് നമുക്ക് കിട്ടാൻ പാടാണ്. ദോ ദർ ആർ ടൈംസ് ഐ ഡു ഇറ്റ് ഇൻ ദ മൺചട്ടി. പക്ഷെ അത് ടൈം ഉള്ളപ്പം, ചിലപ്പം ടൈം കൺസ്ട്രെയിൻ കാരണം നമ്മൾ പ്രഷർ കുക്കറിൽ വെച്ച് എളുപ്പം കുക്ക് ചെയ്ത് എളുപ്പം റെഡിയാക്കി നമ്മൾ വിളമ്പും. സോ ദർ ആർ ഓപ്ഷൻസ്. ഇഫ് യു ലൈക്ക് യു ക്യാൻ. മൺചട്ടിക്ക് ഇപ്പോൾ വിറകടുപ്പ് വേണമെന്നും നിർബന്ധമില്ല. നമുക്ക് നല്ല ചട്ടിയാണെങ്കിൽ സ്റ്റൗവേ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. ഞാൻ സ്റ്റൗവേലാണ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് വിറകടുപ്പേ ചെയ്ത് സമയവും ഉണ്ട്, ജസ്റ്റ് ഫോർ ദ ടേസ്റ്റ് സേക്ക് ഓർ മെമ്മറി സേക്ക് ഓർ നൊസ്റ്റാൾജിയ. ഇപ്പോൾ പക്ഷേ അതിനുള്ള ടൈമും ഒന്നും പെർമിറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ സ്റ്റൗവേ വെച്ച് മൺചട്ടിയിലും ചെയ്യാറുണ്ട്, ഇരുമ്പ് ചട്ടിയിലും ചെയ്യാറുണ്ട്, കുക്കറിലും. ഇന്നിപ്പം നമ്മൾ കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. അത് കഴിയുമ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിലിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒലത്തി എടുക്കും. കുക്കർ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു നാടൻ രുചി കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. ഇത് വേണമെങ്കിൽ നമുക്ക് മറ്റേ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലോ നമ്മൾ പതിവായിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ ഓയിൽ വെച്ച് ചെയ്യാം. ബട്ട് ഐഡിയലി ടു ഗെറ്റ് ദ ഒത്തൻറ്റിക് ടേസ്റ്റ് യു ഹാവ് ടു യൂസ് കോക്കനട്ട് ഓയിൽ. ദെൻ വി ക്യാൻ പുട്ട് സം മസ്റ്റേർഡ്. അതൊരു ടീസ്പൂൺ ഇടുക. ആ മസ്റ്റേർഡ് പൊട്ടിക്കഴിയുമ്പം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടാം. കടുക് പൊട്ടി. ഇനി നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിന് പ്രത്യേക അളവൊന്നുമില്ല, കാരണം ഓരോ ഇടത്ത് ഓരോ രീതിയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ പിള്ളേർക്കൊക്കെ എക്സ്ട്രാ തേങ്ങാക്കൊത്ത് ഇടുന്നതാണ് രുചി. So I put extra, but if you are making and if somebody doesn't like തേങ്ങാക്കൊത്ത്, യു ക്യാൻ ഓൾവേസ് റിഡ്യൂസ് ഇറ്റ്. അത് ഇടാതെ നമുക്കിതുണ്ടാക്കാം. തേങ്ങാക്കൊത്ത് ഇടണം എന്ന് നിർബന്ധമില്ല, പക്ഷേ ഇട്ടാൽ അതിൻ്റെ രുചി ഈസ് മച്ച് മോർ. കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുത്തു. കേരളത്തിൽ ഉണ്ടാക്കുന്ന ഏത് ഡിഷ് എടുത്താലും ഒരു തേങ്ങയുടെ ചൊവയും മായവും ഇല്ലാതെ ഇറ്റ് ഡസൻറ്റ് കം. കോക്കനട്ട് ഓയിലാണ് അതിൻ്റെ എല്ലാം ബേസ്. സാധാരണ ഇവിടെ ആരും സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിക്കത്തില്ല. അതൊക്കെ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ട്രഡീഷണൽ നമ്മുടെ ഫുഡ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കോക്കനട്ട് ഓയിൽ ബേസ്ഡാണ്. അതിൻ്റെ കാരണം ഒരു പക്ഷേ എനിക്കറിയില്ല, ബട്ട് ഐ എം ഗെസ്സിങ് ഇറ്റ് ഈസ് ബിക്കോസ് വി ഹാവ് പ്ലെൻറ്റി ഓഫ് കോക്കനട്ട് ഇൻ കേരള. ആ കോക്കനട്ടിൽ നിന്ന് നമ്മൾ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നു. അത് വെറുതെ എടുത്ത് കളയാൻ ഒബ്വിയസ്ലി പറ്റത്തില്ല. ഇപ്പം നമ്മുടെ സ്റ്റേറ്റിൽ, നമ്മുടെ നാട്ടിൽ എന്ത് കിട്ടുന്നോ നമ്മൾ അതിനെയാണ് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ ആയിരിക്കും നമ്മൾ ഈ കോക്കനട്ട് ബേസ്ഡ് കറികളിലേക്ക്, കോക്കനട്ട് ഓയിൽ ബേസ്ഡ് കറികളിലേക്ക് വന്നത്. സോ ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയതേ ഉള്ളൂ. സമയം
നമുക്ക് ഒത്തിരി വേസ്റ്റ് ചെയ്യാതെ എളുപ്പം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇതങ്ങോട്ടിട്ട് ഒന്ന് അളക്കുക. ഈ ബീഫ് ഞാൻ മാരിനേറ്റ് ചെയ്തേക്കുന്ന ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് കുക്കിംഗ് ഈസി ആക്കാൻ വേണ്ടി ഫ്ലെയിംസ് ആൻഡ് ടേസ്റ്റ് ഓഫ് ഹോമിൻ്റെ റെഡിമെയ്ഡ് ബീഫ് മസാല ഉണ്ട്. സോ ബീഫ് ഉലർത്തിയ മസാല ജസ്റ്റ് ഇതിന് നമ്മൾ 2 സ്പൂൺ 4 സ്പൂൺ അത് കണക്ക് അവരൊരു റെസിപ്പി തരുന്നുണ്ട്. നമ്മൾ അതും കൂടെ ചേർത്ത് അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫാസ്റ്റ്. നമുക്ക് ഇത്രയും സാധനം ഡെയിലി നിന്ന് പൊടിച്ച് ഉണ്ടാക്കണ്ട. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ വീട്ടിലിപ്പം നമ്മൾ കുക്കിംഗ് ചെയ്യാൻ തുടങ്ങുമ്പം നോക്കുമ്പം ചില ഇൻഗ്രീഡിയൻസ് കാണത്തില്ല. അപ്പോഴും നമ്മുടെ എത്ര നല്ല കുക്കാണെങ്കിൽ പോലും ആ ഡിഷ് വിൽ നോട്ട് ബി ടേസ്റ്റി. കാരണം സം ഇൻഗ്രീഡിയൻസ് ആർ മിസ്സിങ്. അപ്പം നമ്മൾ ഈ പൊടി എടുക്കുകയാണെങ്കിൽ ഇതിൽ എവ്രിതിങ് ഈസ് ഇൻക്ലൂഡഡ്. ഫ്ലെയിംസിൻ്റെ പൊടി എടുക്കുമ്പം ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഇൻക്ലൂഡഡ്. നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് ആ പൊടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ജസ്റ്റ് അങ്ങോട്ട് വെച്ചു, അതിനെ ഇച്ചിരി വെള്ളം ഒഴിച്ച് അത് വേവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. സോ ഷാൽ വി ജസ്റ്റ് പുട്ട് ദ വാട്ടർ നൗ. ഉപ്പ് വരെ ഇട്ടാണ് വെച്ചേക്കുന്നത്. ഈ ഉള്ളി എല്ലാം കൂടെ ഇട്ടുകൊണ്ട് ഒരിച്ചിരി ഉപ്പ് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഓവറോൾ ഫിനിഷിന് ഇടാം. പക്ഷേ മാരിനേറ്റ് ചെയ്തപ്പം നമ്മൾ ഉപ്പ് ഇട്ടതാണ്. സോ അത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. വി ഹാവ് ടു ബി മൈൻഡ്ഫുൾ അബൌട്ട് ഇറ്റ് മോർ ദാൻ ജസ്റ്റ് കെയർഫുൾ. Now we can just close the cooker and allow it to cook for 3 whistles. എന്നിട്ടൊരു 10 മിനിറ്റ് നമ്മൾ പിന്നെയും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം, അത് വേവാൻ വേണ്ടി. ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വന്നിട്ട് നമ്മളതിനെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഫ്രം വൺ ബീഫ് ടു ദി അതർ കുക്കിംഗ് ടൈം വിൽ ബി ഡിഫറെൻറ്റ്. പക്ഷേ സ്റ്റാൻഡേർഡായിട്ട് ഞാൻ മേടിക്കുന്ന ബീഫും ഏത് കടയിൽ നിന്ന് മേടിക്കുന്ന റെഗുലർലി അതിൽ നിന്ന് ഒരേ കടയിൽ നിന്ന് മേടിക്കുന്നുണ്ട്. എനിക്ക് അപ്രോക്സിമറ്റ്ലി അവരുടെ കുക്കിംഗ് ടൈം അറിയാം, അല്ലെ അവർ സപ്ലൈ ചെയ്യുന്ന ബീഫിൻ്റെ ടൈം. ആൻഡ് ദാറ്റ്സ് ഹൗ ഐ മാനേജ്. ഇപ്പം നമ്മുടെ ബീഫ് റെഡിയായി കാണും. നമുക്കതൊന്ന് തുറന്ന് നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങാം. സ്റ്റീമില്ല, അതിൻ്റെ സ്റ്റീമെല്ലാം പോയി. നമുക്കതൊന്ന് വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട്, എപ്പോഴും വെയിറ്റ് എടുക്കുമ്പം ശ്രദ്ധിക്കണം കൈ പൊള്ളാതെ. നമുക്ക് തോന്നും അതിൻ്റെ മണ്ടയ്ക്ക് ഒരു റബ്ബർ പാഡിങ് ഉള്ളതുകൊണ്ട് കൈ പൊള്ളത്തില്ലെന്ന്, ബട്ട് ദേഴ്സ് ഓൾ ദ ചാൻസസ്. അതുപോലെ തന്നെ നമ്മൾ ഈ കുക്കർ ഓപ്പൺ ചെയ്യുമ്പം ഇവിടുന്ന് കുറച്ച് സ്റ്റീം ഭയങ്കരമായിട്ട് ആവി വരും, കൈ നല്ലതായിട്ട് പൊള്ളിയിട്ടുണ്ട്. എനിക്ക് ഇപ്പം പഠിച്ചു അങ്ങനെ ചെയ്യലെന്ന്. അപ്പം നിവർത്തി ഉണ്ടെങ്കിൽ നമ്മളൊരു തുണി ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ പൊള്ളുന്നത് കുറച്ച് കുറഞ്ഞിരിക്കും. സോ നമ്മുടെ കറി ബീഫ് ഒരു 50% റെഡിയാണ്. എല്ലാം വെന്ത് റെഡിയായി. ഇനി നമുക്കിനി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് നല്ല തീ ഇട്ട് തന്നെ ഈ വെള്ളം ആദ്യം പറ്റിക്കണം, പിന്നെ അതിനെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. സോ ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കണം, കാരണം ഇതിൽ നമ്മൾ കുറച്ച് ലേശമേ ഒഴിച്ചുള്ളൂ. സോ വി നീഡ് ടു പുട്ട് സം മോർ. സോ നൗ ഐ എം ജസ്റ്റ് റിമൂവിങ് ദിസ് ഫ്രം ദ സ്റ്റവ് സോ ദാറ്റ് ഐ ക്യാൻ കീപ് ദ നെക്സ്റ്റ് പാൻ. നമ്മളടുത്ത പാൻ വെക്കുന്നു. സ്റ്റവ് കത്തിച്ച് ഇതൊന്ന് ചൂടാകാനുള്ള ടൈം കൊടുക്കുക. നമ്മൾ ഏതൊരു സാധനവും മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു സ്പെഷ്യൽ ഏർത്തി ടേസ്റ്റ് ഉണ്ട്. അതൊരു സാധാരണ നമുക്ക് ഏത് പാത്രത്തിൽ, അലുമിനിയം ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ, നോൺ സ്റ്റിക്ക് ആയിക്കോട്ടെ ചെയ്താൽ കിട്ടാത്തൊരു രുചിയാണ് മൺചട്ടി ചെയ്തത്. സോ അൺഫോർച്ചുനേറ്റ്ലി ദിസ് ടൈം ഐ എം നോട്ട് ഏബിൾ ടു ഷോ ഇറ്റ് യു, ബട്ട് ഐ ഷാൽ ഡു സോ സം ടൈം ലേറ്റർ. നമ്മളിപ്പം അറിയത്തില്ല എത്ര പേർക്ക് അറിയാം, കരിനെല്ലിക്ക എന്ന് പറഞ്ഞൊരു ഡിഷുണ്ട്. ദാറ്റ്സ് ആക്ച്വലി എ പിക്കിൾ. ആ പിക്കിൾ നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ് മൺചട്ടിയിലാണ്. നമ്മൾ ഈ കരിനെല്ലിക്ക ശരിക്കും എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ഇൻട്രഡക്ഷൻ വന്നത് തന്നെ കരിനെല്ലിക്ക എന്നുള്ളത്. പണ്ടത്തെ കാലത്ത് നെല്ലിക്ക ഒരുപാട് ഉണ്ടാകുന്ന സമയത്ത് ഫ്രിഡ്ജില്ല, പ്രിസർവേറ്റീവ് ഇല്ല, പക്ഷേ അതിനെ ആണ്ട് മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അങ്ങനൊരു തോട്ട് പ്രോസസ്സിലായിരുന്നായിരിക്കാം പഴയ ആൾക്കാർ കരിനെല്ലിക്ക ആക്കിയത്. അതെങ്ങനെ ആക്കുന്നത്, നമ്മൾ
ഈ പറഞ്ഞ മൺചട്ടിക്കകത്ത് നെല്ലിക്ക, പച്ചക്കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് അതിനെ വാഴയില വെച്ച് മൂടി കെട്ടി എന്നും ഒരു 25-30 മിനിറ്റ് മിനിമം നമ്മളതിനെ ഇത് ചെയ്യണം, തിളപ്പിക്കണം. ആ തിളപ്പിച്ച് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഇവാപ്പറേറ്റ് ചെയ്യും. അപ്പോഴാണ് ഈ പച്ച നെല്ലിക്ക ബിക്കംസ് കരി നെല്ലിക്ക, ഇറ്റ് ബിക്കംസ് ബ്ലാക്ക്. സോ ഇറ്റ്സ് കോൾഡ് കരി നെല്ലിക്ക. ബാക്കി നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് സംസാരിക്കാം. നമ്മൾ മുമ്പേ ഇച്ചിരി എണ്ണ ഒഴിച്ചിരുന്നു, പക്ഷേ അത് കുറവാണ് ഒഴിച്ചത്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടെ ഒഴിക്കുന്നു. കൃത്യമായിട്ടൊന്നും ഇതിലിടുന്നില്ല. ഈ കുക്കറിനകത്തുള്ളത് നമ്മൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ എപ്പോഴും മാറി നിന്ന് സൂക്ഷിച്ച് ചെയ്യണം, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് ചിലപ്പം നമ്മുടെ മുഖത്തോട്ടൊക്കെ വാട്ടറും ഓയിലും കൂടെ ടച്ച് ചെയ്യുമ്പം ദ ക്യാൻ ബി എൻ ഔട്ട് ബേസ്റ്റ്. നമുക്ക് നമ്മുടെ പഴയ ചിരട്ടത്തവി ഉപയോഗിച്ച് നമുക്കതിനെ അളക്കാം. ഈ സ്റ്റേജിൽ നമുക്ക് നോക്കുമ്പം ഇച്ചിരി ഒരു കളറ് കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് ലേശം കൂടെ പൊടി ഇട്ട് കൊടുക്കാം. അതിടണം നിർബന്ധമില്ല, ബട്ട് ഐ ഫീൽ ഇറ്റ് റിക്വയർസ് എ ലിറ്റിൽ മോർ മസാല. നമ്മൾ കുറച്ചും കൂടെ മസാല ഇടുക, ജസ്റ്റ് ഒരു എക്സ്ട്രാ കളർ ആൻഡ് രുചിക്ക്. ജസ്റ്റ് 1 സ്പൂൺ ഷുഡ് ഡു, ബിക്കോസ് ദർ ഇസ് ഓൾറെഡി ഇനഫ് ഇൻ ദാറ്റ്. വൺസ് അഗെയിൻ സിപ്ലോക്ക് അടച്ച് വെക്കുക, പൊടി തണുത്ത് അഴുക്കാവാതിരിക്കാൻ വേണ്ടി. നമ്മൾ കടുക് നേരത്തെ പൊട്ടിച്ചത് കാരണം നമുക്ക് ഇതിനകത്തോട്ട് വേറെ ഒന്നും ഇടാനില്ല. ആകെ കടുക്, സവാള, തേങ്ങ എല്ലാം നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ജസ്റ്റ് കുറച്ച് കരിയാപ്പില, എനിക്ക് കുറച്ച് ഇങ്ങനെ നീളത്തിലിടുന്നത് ഇഷ്ടമാണ്. പിന്നെ കുറച്ച് നമ്മൾ മാറ്റി വെച്ചതും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വി ജസ്റ്റ് ഹാവ് ടു വെയിറ്റ് ഫോർ ദ വാട്ടർ ടു സബ്സൈഡ്. ഈ വെള്ളം കുറുകി കഴിയുമ്പം അങ്ങനെ എടുക്കാം. ചിലർക്ക് ഡ്രൈ ആയിട്ട്, തീരെ ഡ്രൈ ആയിട്ടുള്ള ബീഫാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പം എന്ന് പറഞ്ഞാൽ ഒരു പൊതിച്ചോറ് കൊണ്ടുപോകണമെങ്കിൽ അതിനകത്ത് ഡ്രൈ ആയിട്ട് തന്നെ എടുക്കണം. ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ഡ്രൈ ആയിട്ട് കൂട്ടാം, അല്ലെ ഒരു ഇച്ചിരി കുഴമ്പ് പരുവത്തിലെടുക്കാം. ഇനി ഇത് രണ്ടും അല്ലാതെ നമുക്ക് റോൾസ് ഉണ്ടാക്കാം, ബീഫ് റോൾ ഉണ്ടാക്കാം. അതിന് വന്നിട്ട് ചപ്പാത്തി പരത്തി അതിനകത്ത് കുറച്ച് മുട്ട വെച്ച് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്യുക, എന്നിട്ട് അതിനകത്തോട്ട് ഇത് സ്റ്റഫിംഗ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് അങ്ങനെ എടുക്കാം. സോ ബീഫ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പല പല രീതിയിൽ നമുക്കതിനെ ഉപയോഗിക്കാം. ട്രാവൽ ചെയ്യാനും പൊതിച്ചോറിനും ഒക്കെ ആണെങ്കിൽ നമുക്കിത് തന്നെ ഡ്രൈ ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഇച്ചിരി വെറ്റായിട്ട് എടുക്കുന്നതാണ് നല്ലത്. കമ്മിങ് ബാക്ക് ടു കരിനെല്ലിക്ക പിക്കിൾ, അതിൻ്റെ ഒരു രുചി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ടേസ്റ്റ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു പിക്കിൾ പോലെ അല്ല. കാരണം അത് ഈ മൺചട്ടിയിൽ 10-20 ദിവസം എന്നും വേവിച്ച് ഈ വാഴയിലയിലോട്ട് ഈ ഇതിനകത്തുനിന്ന് ഇവാപ്പറേറ്റ് ചെയ്യുന്ന വെള്ളം വാഴയിലയിൽ തട്ടിയിട്ട് അത് വീണ്ടും അതിലേക്ക് വീഴുക. സോ ദാറ്റ് വാഴയിലയുടെ ടേസ്റ്റ്, മൺചട്ടിയുടെ ടേസ്റ്റ്, പിന്നെ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടെ ഇറ്റ്സ് എ വെരി നൈസ് ആൻഡ് എർത്തി ടേസ്റ്റ്. ആൻഡ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രിസർവേറ്റീവ്സ് ഇടുന്നില്ല നമ്മളിതിൽ. പക്ഷേ ഇത് വെളിയിൽ വെച്ചാലും ഒരു 6 മാസം 8 മാസം വരെ ഒരു കേടും പറ്റാതെ ഇരുന്നോളും. ഓൺലി തിങ് യു ഹാവ് ടു ടേക്ക് കെയർ ഈ വാങ്ങി വെച്ച് കഴിഞ്ഞ് നമ്മളതിനെ പിക്കിളാക്കണം. സാധാരണ പിക്കിൾ ഉണ്ടാക്കുന്ന പോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പൗഡർ അതെല്ലാം കൂടെ ഇട്ട് നമ്മൾ ഉണ്ടാക്കണം. ഈ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുപ്പിയിൽ നിറച്ച്, ഗ്ലാസ് കുപ്പിയിൽ നിറച്ച് വെക്കുമ്പം മണ്ടയ്ക്ക് കുറച്ച് എണ്ണ ഫ്ലോട്ട് ചെയ്ത് കിടക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം ഏതൊരു പിക്കിളും എസ്പെഷ്യലി പ്രിസർവേറ്റീവ്സ് ഇടാത്തതാണെങ്കിൽ എണ്ണയില്ലെങ്കിൽ എളുപ്പം അതിൻ്റെ മണ്ട പൂക്കാൻ തുടങ്ങും. മണ്ട പൂത്താൽ within no time the whole thing gets bad. So take care to keep some oil floating always on top of pickles. And കരിനെല്ലിക്ക സ്പെഷ്യലി ഒത്തിരി നാൾ ഇരിക്കുന്നതായതുകൊണ്ട് കുറച്ച് എണ്ണ അതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിൽ നമുക്ക് നല്ലെണ്ണയും ഉപയോഗിക്കാം, വെളിച്ചെണ്ണയും ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, whichever you like or whichever is your favorite oil, you can use that. പണ്ടത്തെ കാലത്ത് ഇറച്ചി അതെങ്ങനെ സേവ് ചെയ്യണം? നമുക്ക് ഇപ്പം എന്നും നമുക്ക് അടുത്തൊന്നും കിട്ടത്തില്ല.
എവിടെയെങ്കിലും ഒരു കാളയെ വെട്ടും ഒരു ദിവസം, അന്നേ ദിവസം കുറേ പേര് ചേർന്നായിരിക്കും അതിൻ്റെ പോർഷൻസ് എടുക്കുന്നത്. ആ എക്സസൈസ് ഒരു 10 കിലോ മേടിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു 5 കിലോ ഒന്നിച്ച് മേടിക്കും. അപ്പോൾ അത് എങ്ങനെ അതിനെ പ്രിസർവ് ചെയ്യണം, ദാറ്റ് ഈസ് യെറ്റ് അനദർ തിങ്. നമ്മൾ പഴയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പഠിക്കേണ്ടത്. അവർ ഈ പറയുന്ന പ്രിസർവേറ്റീവ്സ് ഒന്നും ഇടത്തില്ല, ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സ്. പക്ഷേ അവരതിനെ സേവ് ചെയ്ത് വർഷങ്ങൾ വെച്ചേക്കും. ആവശ്യമുള്ളപ്പോൾ കഴിക്കും, ബീഫ് കിട്ടാത്ത സമയത്തെടുത്ത് കഴിക്കും. അതാണ് നമ്മുടെ ഇടിയിറച്ചി. ആ ഇടിയിറച്ചിയെ മോഡിഫൈ ചെയ്ത് മൈ മദർ മെയ്ഡ് എ ഡിഷ്. കാരണം ഞങ്ങൾ കാൽക്കട്ടയിലായിരുന്നു. അപ്പം എല്ലാ സമയവും ഇത് ചെയ്യാനുള്ളൊരു സമയവും സൗകര്യമില്ല, അങ്ങനെ ബീഫ് കിട്ടത്തില്ല. ആൻഡ് ഫ്രിഡ്ജില്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് 1959, 1960 എന്നോൾ. അന്ന് അവിടെ ഫ്രിഡ്ജൊന്നും ഇല്ല, കറണ്ട് പോലും ഇല്ലാത്തൊരു സമയമായിരുന്നു. അപ്പം നമ്മൾ അമ്മ എന്തായിരുന്നു ചെയ്യുന്നത്? അമ്മ ഈ ബീഫ് മേടിച്ചിട്ട് ഒത്തിരി ഒന്നിച്ച് മേടിച്ചേച്ച് അതിനെ കംപ്ലീറ്റ്ലി കുക്ക് ചെയ്യും. കുക്ക് ചെയ്ത് വെച്ച് അതിനെ ഷ്രെഡ് ചെയ്യും. ഷ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ചെറിയ തീയിലിട്ട് കുറേ ഉള്ളിയും കൂടെ ചേർത്ത്, പിന്നെ കുറേ സ്പൈസസ്, അമ്മയുടെ സീക്രട്ട് സ്പൈസസ്. അമ്മ അതിനെ ബീഫ് പ്യാജി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്യാജി എന്തുകൊണ്ടാണ്? കാരണം ഒത്തിരി ഉള്ളി വന്നുകൊണ്ട്. ഉള്ളി ഈസ് ഇൻ ഹിന്ദി നോൺ ആസ് പ്യാജ്. സോ പ്യാജി എന്ന് അമ്മ ഒരു പേര് അമ്മ തന്നെ അതിലിട്ടു. ആ ബീഫ് അമ്മ എന്ത് ചെയ്തു? അതിനെ ഉള്ളി, ഇഞ്ചി അങ്ങനത്തെ എല്ലാം കൂടെ ഇട്ട് നല്ല സ്പൈസി ആയിട്ട് നല്ലൊരു രുചിയാക്കി മാറ്റി. അതിനെ ഷീ മെയ്ഡ് ഇറ്റ് ഇൻ ടു എ ന്യൂ ഡിഷ് കോൾഡ് ബീഫ് പ്യാജി. ആ ബീഫ് പ്യാജി ഇന്ന് ഫ്ലെയിംസിൻ്റെ സിഗ്നേച്ചർ ഡിഷാണ്. അത് നമ്മൾ ഉണ്ടാക്കി വരാൻ അതിനൊരു 8 മണിക്കൂറോളം എടുക്കും, മിനിമം 8 hours ഓഫ് കുക്കിംഗ് ടൈം. വലിയ തീയിലിട്ട് എളുപ്പം എങ്ങനെയൊക്കെ ചെയ്ത് നമുക്കെടുത്ത് മാറ്റാൻ പറ്റത്തില്ല. അത് ചെയ്യുന്നന്ന് വലിയ ഉരുളിക്കകത്ത് വലിയ സ്റ്റൗവിൽ ചെറിയ തീയിലിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അത്രയും ഓർഡേഴ്സ് നമുക്ക് ഒന്നിച്ച് വരും. അപ്പോൾ നമ്മൾ അതിനെ ഇട്ടുണ്ടാക്കി പ്രീ ഓർഡർ എടുത്താണ് നമ്മളത് സപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് ക്വൈറ്റ് എ ഫേമസ് ഡിഷ് നൗ ഇൻ ട്രിവാൻഡ്രം. ആൾക്കാർക്കെല്ലാം വേണ്ടിയ ഒരു ഡിഷാണ്. നമ്മളത് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് എടുക്കാവുന്ന കൂടുതൽ ഓർഡേഴ്സ് വരും. സോ പഴയ ആൾക്കാർക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരുന്നു. പ്ലെൻറ്റി ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്ന, അല്ലെ ഒത്തിരിയായിട്ട് കിട്ടുന്ന സാധനത്തിനെ എങ്ങനെ പിന്നൊരു ദിവസത്തേക്ക് സേവ് ചെയ്ത് വെക്കണം. കാരണം എല്ലാം ഒന്നും നമുക്ക് എന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. സീസണിൽ ഇപ്പം മാങ്ങ, അത് കിട്ടുന്ന സീസണിൽ മാങ്ങയെ കിട്ടും. പക്ഷേ അത് നമുക്കൊരു ഡിസംബർ മാസത്തിൽ പച്ചമാങ്ങ വേണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല, അല്ലെ ഒരു പിക്കിൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. അപ്പം മാങ്ങ എന്താ ചെയ്യുന്നവർ? ഉപ്പുവെള്ളം ഉണ്ടാക്കിയിട്ട് വലിയ ഭരണിക്കകത്ത് ഇട്ട് വയ്ക്കുക. പിന്നെ ആവശ്യം അനുസരിച്ച് അതിനെ എടുത്ത് അവർ ഉപയോഗിക്കും. ഇപ്പം എന്താ എല്ലാവരും ചെയ്യുന്നത്? 5 മാങ്ങ മരമുണ്ടെങ്കിൽ, എല്ലാ വീട്ടിലൊന്നും മരമില്ല, ഇനി മരമുണ്ട്, മാങ്ങ കിട്ടുന്നെങ്കിൽ എല്ലാവരും അതിനെ എടുത്തിട്ട് കുറച്ച് തിന്നും, കുറച്ച് അയൽവക്കക്കാർക്കോ റിലേറ്റീവ്സിനോ കൊടുക്കും. ബട്ട് വാട്ട് ഹാപ്പൻസ് ടു ദ റെസ്റ്റ് ഓഫ് ഇറ്റ്? അത് കിളി തിന്നു പോവും, അത് താഴെ വീണ് പോവും. ദാറ്റ്സ് ഇറ്റ്. നോബഡി ഈസ് ട്രൈയിങ് ടു സേവ് ഇറ്റ് ഫോർ അനദർ ഡേ. സോ അതൊക്കെയാണ് പഴയ ആൾക്കാരുടെ ചിട്ടകൾ നമ്മൾ പഠിക്കേണ്ടത്, വിച്ച് മോസ്റ്റ്ലി ഡസൻറ്റ് ഹാപ്പൻ ബിക്കോസ് വി ആർ ഓൾ ന്യൂക്ലിയർ ഫാമിലി. നമ്മൾ ഒരു കൂട്ടുകുടുംബമായിട്ട് ജീവിച്ചിട്ടില്ല മോസ്റ്റ് ഓഫ് us. അപ്പം നമുക്ക് ഈ അമ്മയുടെ ടാലൻസോ വല്യമ്മയുടെ ടാലൻസോ അമ്മൂമ്മയുടെ ടാലൻസോ ഒന്നും പഠിക്കാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടില്ല. അവിടെ എല്ലാവരും കൂടെ ചേർന്നായിരുന്നു ഒരു കാര്യം ചെയ്യുന്നത്. ഈച്ച് വൺ ഹാഡ് എ റോൾ ഇൻ എ ഹൗസ്. ടുഡേ വി ഡോണ്ട് ഹാവ് ദാറ്റ്. അവിടെ ഭയങ്കര ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു ഉള്ളത്. നമുക്ക് സപ്പോർട്ട് സിസ്റ്റം ഇല്ല. ഇപ്പം ഒരാൾക്ക് സുഖമില്ലെങ്കിൽ ആ വീട്ടിൽ ഇറ്റ് ഈസ് അട്ടർ കൺഫ്യൂഷൻ. കാരണം ഒരു ഭക്ഷണം പോലും എടുത്തു കൊടുക്കാൻ ഒരു പക്ഷേ ആരുമില്ല. അപ്പനും അമ്മയും ജോലിക്ക് പോവും, കുഞ്ഞിന് പനിയാണെങ്കിൽ ആരും നോക്കും? ഒരു ബേബി സിറ്റിങ്ങിൽ കൊണ്ടു കൊടുക്കും. അപ്പനാ സുഖമില്ലാത്തെങ്കിൽ അമ്മ ജോലി കളഞ്ഞേച്ച് എത്ര ദിവസം ഇരിക്കും? സോ ദിസ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ആർ ദെയർ ഇൻ ഓൾ ദ ഫാമിലീസ് ഓൺലി ബിക്കോസ് വി ആർ എ ന്യൂക്ലിയർ ഫാമിലി. ഞാൻ പറയുന്നില്ല കൂട്ടുകുടുംബത്തിൽ പ്രോബ്ലംസ് ഇല്ലായിരുന്നെന്ന്. ഡെഫിനറ്റ്ലി ദർ വർ പ്രോബ്ലംസ്. പക്ഷേ ദാറ്റ് വാസ് ഓൾസോ ഫൺ. ആൻഡ് ആ ഫണ്ണ് ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഐ വാസ് എ ബിഗ് ഫാമിലി. ഞങ്ങൾ 6 പേരായിരുന്നു. ഞങ്ങൾ തന്നെ സിബ്ലിങ്സ്. ഞങ്ങൾ 6 പേര് മതിയായിരുന്നു. ഞങ്ങൾക്ക് വെളിയിൽ നിന്നൊരു ഫ്രണ്ടിൻ്റെ പോലും ആവശ്യമില്ലായിരുന്നു. കാരണം ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനിയാണ്. ഏത് ഗെയിം കളിക്കണേലും കമ്പനിയുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾക്കൊരു നെയ്ബറിൻ്റെ കൊച്ചിനെ വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ അവരെ കൂടെ വിളിച്ചാൽ സന്തോഷം. ദ ടീം ഇസ് ബിഗർ. ഞങ്ങൾ 6, അപ്പുറത്തെ 6 4 എല്ലാം കൂടെ വരുമ്പോൾ ഒരു 10-20 പേര് എങ്ങനെയും കളിക്കാൻ കാണും. ആൻഡ് സോ വി വർ മച്ച് ഹെൽത്തിയർ ദാൻ ടുഡേസ് ചിൽഡ്രൻ. ഇപ്പോഴത്തെ പിള്ളേർ ഒരു മൊബൈലിലെ ഗെയിം അല്ലെങ്കിൽ ഒരു വീഡിയോ ഗെയിം ഇതൊക്കെ കളിച്ച് ടൈം പാസ് ചെയ്യുന്നത്. ബട്ട് ഹൗ ഹെൽത്തി ആർ ദേ കമ്പയർ ടു
പീപ്പിൾ ഫ്രം ദ പാസ്റ്റ്. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ല കാര്യമായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ബീഫ് എത്തറ്റമായി എന്ന് നോക്കാം. നമ്മൾ ബീഫ് ഇപ്പോൾ ഒരു സെമി ഡ്രൈ സിറ്റുവേഷനിലാണ്. അത് എന്തുകൊണ്ടാണ് ഞാനത് ഫുൾ ഡ്രൈ ആക്കാത്തതെന്ന് ഞാൻ പറയാം. കാരണം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ചപ്പാത്തിക്ക് ബെസ്റ്റ് കൂട്ടാൻ ഇങ്ങനെ സെമി ഗ്രേവായി. അതിനെ നമുക്ക് ഇപ്പം പൊതിച്ചോറോ വല്ലതുമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഫുൾ ഡ്രൈ ആക്കണം, ഇത് ഒലിച്ചൊക്കെ പോകാതിരിക്കാൻ. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ നമ്മുടെ രുചിയിൽ എന്താണ് ഡിഷ് എങ്ങനെ കഴിക്കേണ്ടതെന്നുള്ളത് നമുക്ക് കാണിക്കാം. നമ്മൾ ഈ ബീഫിനെ എങ്ങനെ, വാട്ട് ഈസ് ദ കോമ്പിനേഷൻ ടു ഈറ്റ് ഇറ്റ് വിത്ത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ചപ്പാത്തി വെച്ചിട്ടുണ്ട്, ഘീ റൈസ് വെച്ചിട്ടുണ്ട്, ബീഫുണ്ട്. ദിസ് ഇസ് എ കംപ്ലീറ്റ് മീൽ. ഇതിൽ പ്രോട്ടീനും ഉണ്ട്, സ്റ്റാർച്ചും ഉണ്ട്, എവറിത്തിങ് ഇസ് ദെയർ. സോ ഇറ്റ്സ് എ കംപ്ലീറ്റ് മീൽ. ഫൈബർ ഇസ് ഓൾസോ ദെയർ. സോ ഹാപ്പി ഈറ്റിംഗ്.